ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചട്ടിപ്പത്തിരിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചട്ടിപ്പത്തിരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിത് അവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടത് ചേർത്ത് കൊടുക്കുക. ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 2 ചേർത്തിട്ടുള്ളത്. നിങ്ങൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഇനി 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അത് കരിഞ്ഞു പോകരുത്. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊന്ന് പോകുന്ന വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്കൊരു 3 വലിയുള്ളി, അതായത് സവാളയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഒരു 3 വലിയുള്ളിയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിലൊക്കെ ഇവിടെ നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നല്ലപോലെ ഒന്ന് വഴറ്റി ആ ഒരു മസാല ഇതിൽ കംപ്ലീറ്റ് ഒന്ന് മിക്സ് ആവുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വേവിച്ച ചിക്കനാണ്. അപ്പോൾ ഞാനതിനായിട്ട് ഇവിടെ ഒരു 1/2 കിലോ ചിക്കന് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളകും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് ഒന്ന് ചിക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിത് കുറച്ച് വലുതായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തല്ല ഒന്ന് ചിക്കി എടുത്തിട്ടുള്ളത്. കാരണം അതിങ്ങനെ കുറച്ച് വലിയ പീസാവുമ്പോൾ നമുക്ക് ചട്ടിപ്പത്തിരിൻ്റെ കൂടെ അങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലുതാക്കി തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല, അതായത് ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് നമുക്കിതൊന്ന് ചൂട് തണയാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ പത്തിരി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബോളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അളവിൽ മൈദാമാവ് ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു 1-2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ളത് ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ. ഒരുപാട് ചൂടാവരുത്. ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് നമുക്കിതൊന്ന് നല്ല സോഫ്റ്റാക്കി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അത് കുഴച്ചെടുക്കുന്ന സമയം നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നായിട്ട് വെള്ളം ഒഴിക്കരുത്. കാരണം ഇത് ലൂസായി പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ച് നമുക്കിതൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഇളം ചൂടുവെള്ളം ഒഴിച്ച് കുഴക്കുന്ന സമയത്ത് നമുക്കൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. വേഗം ഒന്ന് പരന്ന് കിട്ടും നമുക്ക്. അപ്പോൾ ഇവിടെ ഞാനിതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ നമുക്കിത് എന്ത് ചെയ്യുക, ഒരു അരമണിക്കൂറോളം, ഒരു മിനിമം ഒരു 15 മിനിറ്റെങ്കിലും നമുക്കിതൊന്ന് മൂടി മാറ്റി വെക്കണം, ഇതൊന്ന് സോഫ്റ്റായി വരുന്നവരെ. അപ്പോൾ ഒരു അരമണിക്കൂർ ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഇത് നന്നായിട്ട് തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടെ കുഴച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒന്നും കൂടെ സോഫ്റ്റാക്കി ഒന്ന് കുഴച്ചതിന് ശേഷം ഇത് നമുക്ക് ബോൾസ് ആക്കിയിട്ട് മാറ്റാം. എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബോൾസാക്കി അതിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇത് ഒരുപാട് വലുപ്പത്തിൽ ഞാൻ പരത്തുന്നില്ല. ചെറിയ പൂരിക്കൊക്കെ പരത്തുന്ന ആ ഒരു വലുപ്പത്തിലാണ് ഞാനിപ്പോൾ പരത്തിയെടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുക. ഈ ഒരു സൈസിലാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. ഈ ഒരു സൈസിൽ പരത്തിയിട്ട് നമുക്ക് അടുത്ത ബോളും ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം.
അപ്പോൾ രണ്ടാമത്തെ ബോളും ഞാനിതാ നേരത്തെ പരത്തിയിട്ടുള്ള ആ ഒരു പൂരീൻ്റെ വലുപ്പത്തിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്നാക്കി പരത്തണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പൂരി വെക്കുക, അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കിയിട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് പൊടിയും കൂടെ വിതറി കൊടുത്തതിന് ശേഷം ആദ്യം പരത്തിയ ആ ഒരു പൂരി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരത്തി നൈസാക്കിയിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇങ്ങനെ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഓരോന്നായിട്ട് പരത്തിയെടുത്താലും മതി. ഇതാകുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇങ്ങനെ പരത്തിയെടുക്കുന്ന സമയം നമുക്ക് കറക്റ്റ് ഷേപ്പിലായി വരണമെന്നൊന്നുമില്ല. നമ്മൾ ഏത് പാത്രത്തിലാണോ റെഡിയാക്കി എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ ലിഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാനിതാ ഇതുപോലെ നൈസാക്കി ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഞാൻ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ ലിഡ് വെച്ചിട്ട് ഞാനിതാ കറക്റ്റ് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇനി നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ പരത്തി എടുക്കാം. അപ്പോൾ ഞാനിതാ മൊത്തത്തിലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതാ അവസാനത്തെ ബോളും കൂടെ ഞാൻ പരത്തി ഇതാ ഒരു ലിഡ് വെച്ച് റൗണ്ടാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെക്കുക. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഇത് ഇട്ടതിന് ശേഷം കണ്ടില്ലേ, കളറൊന്ന് ചേഞ്ചായി വരുന്ന ആ ഒരു സമയം അത്രയും മതി. ഒരുപാടിട്ട് വേവിച്ച് കളയരുത്. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. കണ്ടില്ല, അതിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയം നമുക്കിത് എന്ത് ചെയ്യാം, ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഭാഗം അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയം നമുക്കത് എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് മൊത്തത്തിൽ നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ മുഴുവനായിട്ട് ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പത്തിരിയും വേറെ ആക്കിയിട്ട് മാറ്റണം. അതിനായിട്ട് ഞാനിത് അവിടെ ഒരു പത്തിരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അറ്റം നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ പിടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ അതാ ഓരോ ലെയറായിട്ട് ഇങ്ങനെ മാറി വരും. അപ്പോൾ ഇത് ചെയ്യുന്ന നന്നായിട്ട് ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിങ്ങനെ ലെയർ വേർപെടുത്തിയെടുക്കാവൂ. അല്ലെങ്കിൽ നമുക്കിത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ അതായത് കണ്ടില്ലേ, ഭയങ്കര നൈസായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഓരോ പത്തിരിയാക്കിയിട്ട് വേണമെങ്കിലും പരത്തിയിട്ട് നല്ല നൈസാക്കി പരത്തി നമുക്ക് ചുട്ടെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് മൊത്തം നമുക്കൊന്ന് വിടിയിച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഓരോന്നും ഇതാ ഇവിടെ വേറെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മുട്ടയുടെ മിക്സിയിൽ മുക്കിയിട്ട് നമുക്ക് വേവിക്കാനുള്ള പാത്രത്തിലോട്ട് മാറ്റാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അടിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഓരോ പത്തിരിയും എടുത്തിട്ട് നമുക്ക് ഈ ഒരു മുട്ടയുടെ മിക്സിയിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഏതിലാണോ വേവിച്ചെടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഓരോന്ന് ഇതിൽ മുക്കിയിട്ട് ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഫില്ലിങ്സൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനൊരു 4 കോഴിമുട്ട ഇവിടെ വേവിച്ചിട്ട് റൗണ്ടാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ മസാല ഫില്ലിങ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ഒരു മുട്ടയൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന സമയം നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്താണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കോഴിമുട്ട ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 6 ലെയറായിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പം 6 ലെയറും ഇതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ആ ഒരു പത്തിരി മുട്ടയുടെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക, മുട്ട വെച്ച് കൊടുക്കുക, എന്നിട്ട് വീണ്ടും അടുത്ത പത്തിരി വെച്ച് കൊടുക്കുക. ഈ ഒരു പ്രോസസ്സ് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക.
അപ്പോൾ നമ്മളിതാ ലാസ്റ്റത്തെ ലെയറും കൂടെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഞാൻ ബാക്കിയുള്ള മുട്ടയുടെ ആ മിക്സിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരികിലേക്ക് എല്ലാ ഭാഗത്തേക്കും നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ അരികിലേക്കും നമ്മൾ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക. എവിടെയെങ്കിലും ഫില്ലാവാനുണ്ടെങ്കിൽ ഫില്ലാവാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ അരികിലേക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. മൊത്തത്തിൽ ഒഴിച്ചൊന്ന് റെഡിയാക്കിയതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു അടച്ച് വെച്ച് നമുക്കൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു അടി കട്ടിയായിട്ടുള്ള എന്തെങ്കിലും ഒരു പഴയ പാനോ തവ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് അതിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പഴയ പാനിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 25 മിനിറ്റോളം നമ്മൾ വേവിച്ചെടുക്കണം. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ ചട്ടിപ്പത്തിരിൻ്റെയും ഒരു എന്താ പറയുക സൈസിനനുസരിച്ചിരിക്കും ഇതിൻ്റെ ഒരു വേവുന്നതിൻ്റെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിവിടെ ഒരു 25 മിനിറ്റാണ് ആവശ്യമായി വന്നിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വേറൊരു പാൻ എടുത്ത് നമുക്ക് അതിലേക്കൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നേരെ അതിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം നമുക്കിതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് നമുക്കിതിലൊന്ന് വേവിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, അടിഭാഗം കരിയൊന്നും ചെയ്തിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ ഒരു ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റ് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് ആ ഒരു പ്ലേറ്റിലേക്ക് നമ്മുടെ ചട്ടിപ്പത്തിരി ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രം ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.